നോമ്പ് ചിന്ത 11-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ്, വലിയ വീട്ടിൽ, കൃപാസനം. ഞങ്ങളോടൊത്ത് വസിച്ചാലും. ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന ബൈബിളിൽ കാണാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണിത്. നാഥ, നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് വസിച്ചാലും. ലൂക്ക 24-ാം അധ്യായം 29-ാം വാക്യം. വൈകിപ്പോവുക എന്നത് ജീവിതത്തിൽ പലപ്പോഴും ഒരു വിഷയമാണ്. തീരുമാനമെടുക്കുവാൻ വൈകിപ്പോകുക, കൊണ്ടുപോകേണ്ട രേഖകൾ ലഭിക്കാതെ വൈകിപ്പോകുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരികെ വരാനും നമ്മൾ വൈകിപ്പോകും. അപ്പോഴൊക്കെ പ്രസക്തമാകുന്ന ഒരു പ്രാർത്ഥനയാണ് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ഉരുവിടുന്നത്. വിവാഹം വൈകുന്നവർ, കുട്ടികളുണ്ടാകാൻ വൈകുന്നവർ, ജോലി കിട്ടാൻ വൈകുന്നവർ, PR കിട്ടാൻ വൈകുന്നവർ എന്ന് വേണ്ട, രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ പോലും വൈകിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നേരം വൈകുന്നു, ഞങ്ങളെ സഹായിക്കണമേ, അല്ലെങ്കിൽ അനുഗ്രഹിക്കണമേ എന്നാണ് സ്വാഭാവികമായി തോന്നുന്ന പ്രാർത്ഥന. പക്ഷേ സുവിശേഷം നമുക്ക് നൽകുന്ന അർത്ഥവത്തായ പ്രാർത്ഥന നാഥ, നേരം വൈകുന്നു, ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നാണ്. കാരണം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ വെറുതെയുള്ള അനുഗ്രഹം കൊണ്ട് മതിയാകില്ല, മറിച്ച് ദൈവം തന്നെ നമ്മുടെ കൂടെ വസിക്കേണ്ടി വരും. ഏതെങ്കിലും ഘട്ടത്തിൽ ജീവിതം നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് കരുതുക. അത് കുടുംബജീവിതമാകാം, പ്രൊഫഷണൽ ലൈഫാകാം, വൈവാഹിക ജീവിതമാകാം, പഠന ജീവിതമാകാം, പരീക്ഷാ ജീവിതമാകാം. അങ്ങനെ സംഭവിച്ചാൽ നിനക്കുള്ള ഓപ്ഷൻ ഈ പ്രാർത്ഥനയാണ്. നാഥ, ഞങ്ങളോടൊത്ത് വസിക്കണം. വസിക്കുക എന്ന പ്രാർത്ഥന ഒരു വലിയ വാഗ്ദാനത്തിൽ നിന്നാണ് വരുന്നത്. പുറപ്പാട് 33:14 ദൈവം നൽകിയ വാഗ്ദാനം. നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. യോശുവ 1:9 വചനം പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആദ്യത്തെ വചനത്തിലെ അനുസ്മരണം എന്ന് പറയുന്നത് നീ എവിടെ പോയാലും എന്നാണ്. അതാണ് മോശയോട് പറയുന്നത്. ജോഷുവായോട് പറയുന്നത് നീ പോകുന്നിടത്തെല്ലാം എന്നാണ്. അപ്പോൾ ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനമാണെന്ന് കാണാം. കർത്താവേ, ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നായിരിക്കണം ഈ നോമ്പുകാലത്തെ നമ്മുടെ പ്രധാന പ്രാർത്ഥനകളിലൊന്ന്. ഉപവാസമായാലും പ്രാർത്ഥനയായാലും ദാനധർമ്മമായാലും സുവിശേഷ വായനയായാലും ഉപവിപ്രവർത്തനങ്ങളായാലും അതെല്ലാം മാർഗങ്ങളാണ്. നാഥ, ഇതുവഴി അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്നതാണ് ഇവയിലൂടെയും ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ ജീവിതം കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലുണ്ടെന്ന ഉറപ്പിലാണ് പ്രാർത്ഥന. ഞങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ കൂടെ ജീവിക്കുവാനും നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കുവാനും കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ആ പ്രാർത്ഥനയുടെ അന്തസത്ത. നോമ്പുകാലത്ത് ഇത് നമുക്ക് നവോന്മേഷം പകരട്ടെ.